എന്നാലും എനിക്ക് അവരെയെല്ലാം പേടിയാ. നമുക്ക് എങ്ങോട്ടും പോകേണ്ട ദേവേട്ട, ഇവിടെ നിൽക്കാം. ഞാനും ദേവേട്ടനും മാത്രം മതി. ശിവയ്ക്കെന്തോ എല്ലാവരുടെയും ഇടയിലേക്ക് പോകുന്ന പേടിയും രാവിലെ കണ്ട സ്വപ്നവും എല്ലാം കൂടെ പേടിയാവാൻ തുടങ്ങി. എന്തൊക്കെ ഭ്രാന്ത ശിവനന്ദ നീ ഈ പറയുന്നത്? വീട്ടിലേക്ക് പോകാതെ പിന്നെ നീയല്ലേ എപ്പോഴും പറയാറുള്ളത് എന്റെ ഫാമിലി നിനക്ക് കാണണമെന്ന്. ഇപ്പോൾ എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ? അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു. വേണ്ട, ആരെയും എനിക്ക് കാണേണ്ട, നമുക്ക് ഇവിടെ കഴിയാം, ശിവ അഗ്നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്ക് ശിവനന്ദ, എനിക്ക് ഓഫീസിൽ പോകാൻ ഇപ്പോൾ തന്നെ നേരം വൈകി. തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ശിവയെ അടർത്തി മാറ്റാൻ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു. ഇന്ന് ദേവേട്ടൻ ഓഫീസിലേക്കൊന്നും പോകേണ്ട, ഇവിടെ എന്റെ കൂടെ നിൽക്ക്. കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചുകൊണ്ട് ശിവ അഗ്നിയെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവയുടെ മറുപടി കേട്ടതും അഗ്നി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ശിവയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കി. എന്റെ മുഖത്ത് നോക്ക് ശിവനന്ദ. തന്റെ മുഖത്ത് നോക്കാൻ കൂട്ടാക്കാതെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തി നിൽക്കുന്ന ശിവയുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു. പോകേണ്ട. ശിവ തന്നെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന അഗ്നിയോട് ഒന്നുകൂടെ ചേർന്നു നിൽക്കുകയാണ് ചെയ്തത്. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ ശിവനന്ദ? അഗ്നി ശിവയെ നോക്കിക്കൊണ്ട് മയത്തിൽ ചോദിച്ചു. ശിവ അതിനൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും അവനോട് ചേർന്നു നിന്നു. എന്താ നീ കണ്ടത്? ഇന്നലത്തെ പോലെ നിനക്കെന്തെങ്കിലും സംഭവിക്കുന്നതാണോ? ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ ഇന്നലത്തെ പോലെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല. അഗ്നി വെറുതെ ശിവയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പായ്വാക്ക് പറഞ്ഞു. അല്ല, ദേവേട്ടനെ ആരൊക്കെയോ, ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടി അഗ്നി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്നെ എന്തു ചെയ്യുന്നതാ നീ കണ്ടത്? അവർ എന്നെ തല്ലുന്നതോ അതോ അഗ്നി പറഞ്ഞ് മുഴുവനാക്കും മുമ്പ് ശിവയുടെ കൈ അഗ്നിയുടെ വായ മൂടിയിരുന്നു. അങ്ങനെയൊന്നും പറയാതെ, ദേവേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല സ്വന്തം എന്ന് പറയാൻ ശിവ കണ്ണീരോടെ പറഞ്ഞു. ചെറിയൊരു സ്വപ്നത്തിന്റെ പേരിൽ നീ ഇങ്ങനെ പേടിക്കാതെ ശിവ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും നീ ഈ അഗ്നിദേവ് സൂര്യദത്തൻ വംശജിയുടെ ഭാര്യയല്ലേ? അഗ്നി ശിവയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് പേടിയാ. ഇന്നലെ അയാളെ അങ്ങനെ തല്ലുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അത് കണ്ടുകൊണ്ട് ഉറങ്ങിയത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള സ്വപ്നമൊക്കെ കണ്ടത്. ശിവ തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അഗ്നിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ദേവേട്ടൻ ആരോടും വഴക്കിനൊന്നും പോകില്ലേ? ഇന്നലെ തന്നെ നമുക്കത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അവരുടെ കോളനിയിലുള്ള ആളുകൾ വല്ലതും ദേവേട്ടനെ ഉപദ്രവിച്ചാലോ? ശിവ കാര്യ ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നിക്ക് അവളുടെ സംസാരം കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ അതിന്റെ അമ്മ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഓർമ്മ വന്നത്. കൈകൊണ്ടും തലകൊണ്ടും ഒക്കെ ആക്ഷൻ കാണിച്ച് വലിയ കാര്യഗൗരവത്തോടെയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിരിയുന്ന അവളുടെ കവിളിലെ നുണക്കുയിലേക്ക് അഗ്നിയുടെ കണ്ണുകൾ നീണ്ടു. പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അത്രയും നേരം അഗ്നിയോട് വായിട്ടലച്ച ശിവ ഞെട്ടിക്കൊണ്ട് കവിളിൽ കൈവച്ച് വായം തുറന്ന് അഗ്നിയെ നോക്കി നിന്നുപോയി. ഇനി എന്റെ ശിവ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് വേണ്ട. ഇനി മുതൽ ഞാൻ ആരോടും വഴക്കിനൊന്നും പോകുന്നില്ല. എന്റെ ഭാര്യയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ അങ്ങോട്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഓഫീസിലേക്ക് പോകാൻ. ഞാൻ വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാം. ഞാൻ വരുമ്പോൾ റെഡിയായി നിൽക്ക്. അവിടെയുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ നിനക്ക് അത്രയ്ക്കും സന്തോഷമായിരിക്കും. ശിവയുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് കവിളിൽ തട്ടിക്കൊണ്ട് അഗ്നി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി. അഗ്നിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരി ശിവ കണ്ടിരുന്നില്ല. അഗ്നി പോകുന്നത് നോക്കിക്കൊണ്ട് ശിവ കവിളത്ത് കൈവച്ചുകൊണ്ട് നിന്നു. അഗ്നിയുടെ സ്നേഹം കാണുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ലഭിക്കാത്ത ഒരച്ഛന്റെയും ഏട്ടന്റെയും സ്നേഹവും വാത്സല്യവും മറ്റും നൽകി അഗ്നി അവളെ പ്രണയിച്ചിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് ഇപ്പൊ മറ്റാരും വരുന്നത് ശിവയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അഗ്നി അവളുടെ മാത്രമാണ് എന്നുള്ള സ്വാർത്ഥത നിലനിന്നിരുന്നു അവളിൽ. അഗ്നി അവളുടെ മാത്രമാകണമെന്നുള്ള ഒരു കുഞ്ഞു വാശി ശിവയിൽ ഉണർന്നിരുന്നു. അപ്പോഴും അവൾ അറിഞ്ഞില്ല, ഇപ്പോൾ ഈ നിമിഷം വരെ മാത്രമേ താൻ അഗ്നിയോടൊപ്പം സന്തോഷവതി ആയിരിക്കുകയുള്ളൂ. ഇന്നത്തോടുകൂടി തന്റെ സന്തോഷ സമാധാനം അവസാനിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മുംബൈയിലെ വംശിജി പാലസിന് മുമ്പിൽ വിലപിടിപ്പുള്ള കാർ വന്ന് നിന്നു. മുമ്പിലെ BMW കാറിൽ നിന്ന് വംശിജി തറവാടിന്റെ ഇപ്പോഴത്തെ കാരണവരായ വിഷ്ണുവർദ്ധൻ വംശിജി ഇറങ്ങി. മറുവശത്തെ ഡോർ തുറന്ന് അദ്ദേഹത്തിന്റെ പ്രിയപത്നി മീനാക്ഷി വിഷ്ണുവർദ്ധനും ഇറങ്ങി. മുത്തശ്ശ, ദേവു ഇത്രയും നേരം അവരെ കാത്തു നിന്നതിനാൽ തന്നെ പുറത്തെ കാർ വന്നതും അതിൽ നിന്നിറങ്ങിയ വിഷ്ണുവർദ്ധനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. സുഖമല്ലേ ദേവ് മോളെ നിനക്ക്? വിഷ്ണുവർദ്ധൻ മുഖത്തുണ്ടായിരുന്ന ഗൗരവത്തിന് പുറമെ ചെറു പുഞ്ചിരി വിരിഞ്ഞുകൊണ്ട് കൊച്ചുമകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സുഖമാണ് മുത്തശ്ശ.
ഇത്ര നേരമായി ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നറിയോ? ദേവു എളിയിൽ കൈ കുത്തിക്കൊണ്ട് കെറുവോടെ വിഷ്ണുവർദ്ധനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. റോഡിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു, അതുകൊണ്ടാ ഇത്രയും താമസിച്ചത്. ദേവുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അതിനു പിന്നാലെ ബാക്കിയുള്ള കാറിൽ നിന്ന് ഇറങ്ങിയവരെല്ലാവരും വീടിനകത്തേക്ക് നടന്നു. അവർക്കറിയാമായിരുന്നു അവളുടെ മുത്തശ്ശനെ കഴിഞ്ഞ് അവൾക്ക് വേറെ ആരുമുള്ളൂ എന്ന്. അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ മീനാക്ഷി അമ്മ അവിടെ നിന്നു. മുന്നോട്ട് നടന്ന ദേവു എന്തോ ഓർത്തുകൊണ്ട് പിന്നോട്ട് നോക്കിയപ്പോൾ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന മീനാക്ഷി അമ്മയാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് വേർപെട്ടുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്കോടി. അവൾ തന്റെ അടുത്തേക്കാണ് ഓടി വരുന്നത് എന്ന് കണ്ടതും മീനാക്ഷി അമ്മ മുഖത്തെ പുഞ്ചിരി മാറ്റി ഗൗരവം എടുത്തണിഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു. അയ്യോ, അപ്പോഴേക്കും എന്റെ മുത്തു പിണങ്ങിയോ? തന്നോട് മുഖം തിരിച്ച മുത്തശ്ശിയുടെ കവിളെ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദേവു ചോദിച്ചു. ഇപ്പോഴാണല്ലേ നിനക്കെന്നെ കണ്ണിൽ കണ്ടത്. ഇതുവരെ നിന്റെ മുത്തശ്ശൻ മാത്രം മതിയായിരുന്നല്ലോ. തന്റെ കവിളിൽ പിടിച്ചിരിക്കുന്ന ദേവുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മീനാക്ഷി അമ്മ പറഞ്ഞു. മുത്തശ്ശിനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മുത്തശ്ശി ഡോർ തുറക്കുന്നത് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും ആദ്യം വന്നിരുന്നത്. ദേവു മുത്തശ്ശിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ദേവുവിന്റെ കൊഞ്ചിയുള്ള സംസാരമെല്ലാം മീനാക്ഷി അമ്മയിൽ പുഞ്ചിരി വിരിയിപ്പിച്ചു. എന്നിട്ട് പറ, രണ്ടാളും എങ്ങനെയുണ്ടായിരുന്നു നാട്ടിലെ വിശേഷമൊക്കെ? മറ്റുള്ളവരൊക്കെ എവിടെ? കാണുന്നില്ലല്ലോ ആരെയും. ദേവു ഗേറ്റിന്റെ അവിടേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശനോട് ചോദിച്ചു. അവരെല്ലാം വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങ് പോന്നു. അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് കാറിൽ ഇരുന്നിട്ട് കാലുവേദന തുടങ്ങിയിരുന്നു. നാട്ടിലെല്ലാം നല്ല വിശേഷം. തറവാടെല്ലാം എപ്പോഴും വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത വെക്കേഷൻ നമുക്ക് അവിടേക്ക് പോകാം. ദേവുവിന്റെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു. ഞാൻ അവിടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴല്ലേ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നത്? ദേവു അവരെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും ഞങ്ങൾ അവിടേക്ക് മാറുകയാണെന്ന് കരുതുന്നുണ്ട്. നാടും ആ വയലും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഒരു രസവും കിട്ടുന്നില്ല. എത്ര കാലമായി ഇവിടെ ഇങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട്. നാട്ടിലേക്ക് തന്നെ മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, മുത്തശ്ശൻ ആലോചനയോടെ പറഞ്ഞു. അച്ഛൻ ഇത് കേൾക്കേണ്ട. ഇപ്പൊ വിടും നിങ്ങളെ രണ്ടുപേരെയും. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും നാട്ടിലേക്ക്. മുത്തശ്ശനെ നോക്കിക്കൊണ്ട് ദേവു പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ലെങ്കിലും നിന്നെ കൊണ്ടുപോകാതെ ഞങ്ങൾ പോകുമോ? വിഷ്ണുവർദ്ധൻ പുഞ്ചിരിയോടെ ചോദിച്ചു. വിഷ്ണുവർദ്ധനെ എന്നും അഗ്നിയോടും ദേവുവിനോടും പ്രത്യേകതരം ഒരു വാത്സല്യമായിരുന്നു. തന്റെ ദത്തന്റെ മക്കൾ, അവന്റെ സ്വഭാവമെല്ലാം അവർക്കും ലഭിച്ചിട്ടുണ്ട്. അവന്റെ വാശി, ദേഷ്യം, ബുദ്ധി എന്നതുകൊണ്ട് മാത്രമാണ് ഈ വംശജി ഗ്രൂപ്പ് ഇത്രയും വലുതാക്കിയത്. നിന്റെ ഏട്ടത്തിയമ്മയെ കണ്ടോ നീ? മുത്തശ്ശി രഹസ്യത്തോടെ ദേവുവിന്റെ ചെവിയിൽ ചോദിച്ചു. ഇല്ല, കണ്ടിട്ടില്ല. ഇന്ന് വരും ഏട്ടനും ഏട്ടത്തിയുമൊക്കെ, ദേവു പുഞ്ചിരിയോടെയും ടെൻഷനോടെയും പറഞ്ഞു. വരട്ടെ അവൻ. വീട്ടുകാരോടൊന്നും പറയാതെ സ്വന്തമായി തീരുമാനമെടുത്ത് വിവാഹം കഴിക്കാൻ മാത്രമൊക്കെ ആയോ എന്നൊന്ന് ചോദിച്ചു നോക്കണമല്ലോ. കൊച്ചുമകൻ താങ്കളോട് പറയാതെ വിവാഹം കഴിച്ചതിന്റെ ദേഷ്യത്തിൽ മുത്തശ്ശി പരിഭവത്തോടെ പറഞ്ഞു. ഏട്ടൻ വരുമ്പോൾ മുത്തശ്ശി തന്നെ എല്ലാം നേരിട്ട് ചോദിച്ചറിഞ്ഞോളുണ്ടു. ദേവു പുഞ്ചിരിയോടെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിലും ടെൻഷൻ തന്നെയായിരുന്നു. ഏട്ടൻ വന്നാൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് തന്നെ അറിയില്ല. മുത്തശ്ശനും നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. മുത്തശ്ശൻ അതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ട് തന്നെയില്ല. ദേവു മുത്തശ്ശന്റെ ദേഷ്യം ഓർത്തു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.